എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തീക്കാക്കയുടെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, നീ എങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്? ഞങ്ങളാരും കാണുന്നില്ലല്ലോ, അല്ല നിൻ്റെ മുന്നിൽ മാത്രം എങ്ങനെയാണ് ഇത്രയും പക്ഷികളൊക്കെ വരുന്നത്? അപ്പോൾ അതിന് ചെറിയൊരു രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ രഹസ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇന്ന് ഈ ഒരു ജനലിൽ കൂടി കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രഹസ്യം എന്താണെന്നും ഈ കാഴ്ചകളൊക്കെ ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. ഇന്ന് എൻ്റെ കൂടെ കാഴ്ചകളൊക്കെ കാണാൻ ജയക്കുട്ടനും വൈദൂട്ടിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടിയാണ് ഇന്ന് ഈ കാഴ്ചകളെല്ലാം കാണാൻ പോകുന്നത്. അങ്ങനെ പക്ഷി നിരീക്ഷണമൊക്കെ ആരംഭിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് ആദ്യം എത്തിയത് ഈ മോതിരത്തത്തയാണ്. മോതിരത്തത്ത എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം നാട്ടിൻ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നൊരു തത്ത വിഭാഗമാണ് മോതിരത്തത്ത. മോതിരത്തത്തെ നാട്ടുതത്തയെന്നും വാലൻ തത്തയെന്നും പഞ്ചവർണ്ണ തത്തയെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇവരുടെ കഴുത്തിന് ചുറ്റും ഒരു കറുത്ത വളയം നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെ ആൺപക്ഷികളിലാണെങ്കിൽ ഈ കറുത്ത വളയത്തോടൊപ്പം ഒരു ചുവന്ന വളയവും, ഇത് രണ്ടും വലിയ വ്യത്യാസമില്ല, അടുത്ത് തന്നെ ആയിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ പെൺപക്ഷികളിൽ ഒരു ഇളം പച്ച നിറത്തിലുള്ള വളയവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തത്തയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് അധികം താമസിക്കാതെ തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് പുതിയൊരു അതിഥി വന്നു. ഇത്തവണ എത്തിയത് ഇന്ത്യൻ റോളർ എന്നറിയപ്പെടുന്ന പനങ്കാക്കയാണ്. നിങ്ങൾ ഈ ഒരു പക്ഷിയെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാകും, പക്ഷെ കാണുമ്പോഴൊക്കെ വളരെ അടുത്തല്ലെങ്കിൽ നമ്മൾ പൊന്മാനാണെന്നോർത്ത് അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു പക്ഷിയാണ് ഈ പനങ്കാക്ക. ഇതിൻ്റെ ആ ഒരു നിറവും ചുണ്ടിൻ്റെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പൊന്മാനാണെന്ന് എല്ലാവർക്കും തോന്നത്തുള്ളൂ. നമ്മുടെ എല്ലാം വയലുകളിലും പറമ്പുകളിലും അതുപോലെ തുറസായിട്ടുള്ള പ്രദേശത്തൊക്കെ ഒരു മരക്കുറ്റിയിലോ എല്ലാം ഇരുന്നിട്ട് പെട്ടെന്ന് വന്ന് ഈ പ്രാണികളെയൊക്കെ കൊത്തിപ്പറക്കുന്ന ഈ പക്ഷിയെ നമ്മളെല്ലാവരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക പക്ഷിയാണ് ഇന്ത്യൻ റോളർ എന്നറിയപ്പെടുന്ന ഈ പനങ്കാക്ക. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പനങ്കാക്ക പറന്നുപോയ സ്ഥലത്തേക്ക് നമ്മുടെ സ്വന്തം കാക്കച്ചാർ വന്നിരിപ്പുണ്ട്. കുളി കഴിഞ്ഞ് തൂവലുകളെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ആശ. അങ്ങനെ കാക്കയുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വൈദൂട്ടിയാണ് പറഞ്ഞത് അടുത്തൊരു മരത്തിൽ കാക്കയുടെ കൂടുണ്ട്, അതിൻ്റെ വീഡിയോ കൂടി എടുക്കണമെന്ന്. പിന്നെ ഞങ്ങൾ ക്യാമറയെല്ലാം എടുത്ത് തിരിച്ചടുത്തുള്ള മരത്തിലേക്ക് നോക്കി. പക്ഷേ കൂട്ടിൽ കാക്കേനെയൊന്നും കണ്ടില്ല. പക്ഷേ കൂടിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് പക്ഷികളെ നോക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പം പക്ഷികളെ കണ്ടില്ല. പക്ഷേ പതുക്കെ പതുക്കെ വേറൊരാൾ വന്നു. അതാണ് ഉടുമ്പ്. ഉടുമ്പിനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാത്ത പക്ഷികളെയോ അപൂർവമായിട്ടുള്ള പക്ഷികളെയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഒരു സ്ഥലത്ത് ഇരുന്ന് നോക്കുമ്പോൾ നമ്മളുടെ മുന്നിലൂടെ പറന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് ജീവജാലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. വരാണസ് എന്ന ജനുസിൽപ്പെട്ട ഉരഗങ്ങളാണ് ഉടുമ്പെന്നറിയപ്പെടുന്നത്. വലിയ കഴുത്തും ബലമുള്ള വാലും അതുപോലെ തന്നെ നഖങ്ങളും ഇവരെ എവിടെ വേണേലും പിടിച്ച് കയറാനും അതുപോലെ തന്നെ ബലമായിട്ട് പിടിച്ചു നിൽക്കാനും ഒക്കെ സഹായിക്കുന്നൊരു സവിശേഷതയാണ് ഈ ഉടുമ്പുകളുടെ. കേരളത്തിൽ ഒരു ഇനത്തിൽപ്പെട്ട ഉടുമ്പുകളാണ് സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ കുഞ്ഞിനെയാണ് നമ്മൾ പൊന്നുടുമ്പെന്നൊക്കെ വിളിക്കുന്നത്. ചിലർ കരുതുന്നത് ഈ പൊന്നുടുമ്പ് വേറെ ഉടുമ്പ് വേറെ എന്നാണ്. പക്ഷേ ഈ ഉടുമ്പിൻ്റെ തന്നെ കുഞ്ഞ് അതിനെ ചെറുപ്പത്തിൽ കാണുമ്പോൾ ദേഹം ഫുള്ളായിട്ട് ചെറിയൊരു മഞ്ഞ ഡോട്ട് പോലെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പൊന്നുടുമ്പെന്ന് വിളിച്ചു വരുന്നത്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഉടുമ്പിനെ നമുക്ക് വളർത്താനോ പിടിക്കാനോ അല്ലെങ്കിൽ വേട്ടയാടാനോ ഒന്നും അനുവാദമില്ല. ഇതിനെ വളർത്തുന്നതും വേട്ടയാടുന്നതും അല്ലെങ്കിൽ ഇതിനെ ഉപദ്രവിക്കുന്ന എന്തൊരു കാര്യമാണെന്ന് പറഞ്ഞാലും അത് തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ഇതിന് ജാമ്യമൊന്നും കിട്ടത്തില്ല. നമ്മുടെയൊക്കെ വീടിനടുത്ത് തുറസായിട്ടുള്ള പ്രദേശത്ത് ഇവർ വെയിൽ കൊണ്ടൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യരുടെ ഒരു പ്രസൻസ് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി മാറി ഏതെങ്കിലും മാളത്തിൽ ഒളിക്കുകയോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഓടിപ്പോകുന്നതാണ് ഇവരുടെ ഒരു ശൈലി. അങ്ങനെ ഉടുമ്പ് പോയി അടുത്തുള്ള പാടത്തേക്ക് നോക്കിയപ്പോൾ അവിടെ 1-2 കൊക്ക് ഇതുപോലെ വിട്ടിലിനെയൊക്കെ കുത്തിപ്പറക്കി നടക്കുന്നത് കണ്ടു. അധികം താമസിക്കാതെ അതും പറന്നുപോയി. പിന്നെ കണ്ടതൊരു ചിത്രശലഭമാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഈ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് പറഞ്ഞ പ്രത്യേകിച്ചൊരു ഒരു സൂത്രമോ അല്ലെങ്കിൽ പക്ഷികളെ കണ്ടെത്താനായിട്ടോ എന്തെങ്കിലും എളുപ്പവഴി ഒന്നുമില്ല. എനിക്കിതിനെല്ലാം കാണാൻ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ ജീവജാലങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിക്കും എന്നത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾക്കിഷ്ടമുള്ള കാഴ്ചകൾ നമ്മളുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്ന പല കാഴ്ചകളും ഒരുപക്ഷെ ഞാൻ കാണുന്നുണ്ടാവില്ല. അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ കാണുന്നു എന്ന് മാത്രമേ
ഇതിൻ്റെ ഒരു സൂത്രമായിട്ടൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. സൂക്ഷിച്ച് നോക്കിയാൽ ആ മരച്ചില്ലുകൾക്കപ്പുറത്ത് 2 കൃഷ്ണപ്പരുന്തിനെ നിങ്ങൾക്ക് കാണാം. ബ്രാഹ്മണി കയറ്റ് എന്നാണ് ഇവർ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. കുറച്ച് നേരം അവരവിടെ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു രാവിലത്തെ വേട്ടയാടലെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വന്ന് വിശ്രമിക്കുകയാണ്. 2 പേരുണ്ടായിരുന്നു. പക്ഷേ ഇലകൾക്കിടയിലായതുകൊണ്ട് കൃത്യമായിട്ട് അവരെ സൂം ചെയ്തെടുക്കാനോ വൃത്തിയായിട്ടുള്ളൊരു ഫുട്ടേജ് എടുക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എവിടെ മത്സരിക്കാൻ പോയാലും കിട്ടുന്നൊരു പ്രോത്സാഹന സമ്മാനമാണ് നമ്മുടെ സ്വന്തം ഇരട്ടത്തലച്ചി. ബുൾബുൾ എന്ന് പറയുമ്പോൾ എവിടെ ഫോട്ടോ എടുക്കാൻ പോയെന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ കിട്ടിയില്ലെങ്കിലും ഒരു ബുൾബുളിനെങ്കിലും നമുക്ക്, ബുൾബുളിനെങ്കിലും അല്ല, ബുൾബുളിനെ എന്തായാലും കിട്ടും. ഏത് ലൊക്കേഷനിൽ എവിടെ പോയാലും നമ്മളുടെ സ്വന്തം ബുൾബുൾ അവിടെ ഉണ്ടായിരിക്കും. ഇന്നും പതിവ് തെറ്റിച്ചില്ല. 2 പേര് വന്നു, അവരുടെയും ഫോട്ടോയും വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രദേശത്ത് എപ്പോഴും കാണാൻ പറ്റുന്നൊരു പക്ഷിയാണ് ഓലഞ്ഞാലി. പക്ഷേ ഫോട്ടോഗ്രാഫി, ഞാനിപ്പം ഈ പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടൊരു 6 വർഷത്തോളം ആകുന്നു. ഇത്രയും നാളായിട്ട് ഇതിൻ്റെ മാത്രം ഒരു വൃത്തിക്കുള്ളൊരു ഫോട്ടോ എനിക്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഇതുപോലെ തന്നെ മരങ്ങൾക്കിടയിലായിരിക്കും ഇവരിയ്ക്കുന്നത്, അല്ലെങ്കിൽ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആൾ പറന്നു പോയിട്ടുണ്ടാകും. ഇനി നമ്മുടെ സ്വന്തം മൈനയാണ്. നാട്ടുമൈന, മാടത്ത് എന്നൊക്കെ പല സ്ഥലങ്ങളിലും അറിയപ്പെടാറുണ്ട്. ഇവരും ഈ പറഞ്ഞ പോലെ നമ്മൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കരിയിലകൾക്കിടയിലൂടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറക്കി നടക്കുന്നത് നമുക്ക് കാണാം. അധികം താമസിക്കാതെ തന്നെ കീരിസാറും ഫാമിലി എത്തിയിട്ടുണ്ട്. ഒരു 5-6 കീരികളുള്ള ഒരു കൂട്ടമായിരുന്നു ഇത്തവണ കണ്ടത്. ഇത്രയും കീരികൾ ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ പറഞ്ഞ പോലെ മറ്റ് ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. വലിയ 1-2 കീരി അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് അവരുടേതായിട്ടുള്ള ലോകത്ത് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഞങ്ങളത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെയും കുറച്ച് ചിത്രശലഭങ്ങൾ കണ്ടു. ഇതൊരു മികച്ച ഫോട്ടോയോ അല്ലെങ്കിൽ മികച്ച വീഡിയോ ഒന്നും ഇതിനകത്ത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഞങ്ങൾ റൂമിലിരുന്ന് ജനലിൽ കൂടി കണ്ട കാഴ്ചകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ഒരു 10-40 മിനിറ്റിനുള്ളിൽ ആ ഒരു പ്രദേശത്ത് വന്നുപോയ കിളികളും പൂമ്പാറ്റയും അതുപോലെ ഈ ജീവജാലങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചുമ്മാ ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രകൃതിയിൽ നമുക്കെപ്പോഴും കാണാൻ സാധിക്കുന്നതും സാധിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. എനിക്ക് നമ്മുടെ പ്രകൃതിയും ജീവജാലങ്ങളും ഒക്കെ കുറച്ച് ഇഷ്ടക്കൂടുതലുള്ളതുകൊണ്ട്, അവയോട് കുറച്ച് ഇഷ്ടക്കൂടുതലുള്ളതുകൊണ്ട് ഞാനിതിനെയൊക്കെ തിരഞ്ഞു പോകുന്നു. ചിലപ്പോൾ മുന്നിൽ വരുമ്പോൾ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുമ്പോൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫോട്ടോഗ്രാഫിയിൽ ഇതിനെയൊക്കെ കാണാനായിട്ട് പ്രത്യേകിച്ച് രഹസ്യങ്ങളോ സൂത്രങ്ങളോ ഒന്നുമില്ല. നമ്മൾ നോക്കുക, നിങ്ങൾ കാണുന്ന പല കാഴ്ചകളും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങൾക്കിഷ്ടമുള്ള പല കാഴ്ചകളും ഒരുപക്ഷെ ഞാൻ കാണുന്നുണ്ടാവില്ല. ഒരുപക്ഷെ എന്നല്ല, ഞാൻ കാണുന്നുണ്ടാവില്ല. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരും പരിഗണിക്കുക. അതുപോലെ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇതുപോലത്തുള്ള വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ വരും, അപ്പോഴെല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.